കേരള യൂട്യൂബേഴ്സിന്റെ പുതിയൊരു വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനും മിച്ചും കൂടി ഇവിടെ ഭയങ്കര അടിയിലാണ് കേട്ടോ. കാലാര് താഴെ വെക്കും, കാലാര് മേളിൽ വെക്കും. പണ്ട് നമ്മൾ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ ഒരാളിങ്ങനെ വെക്കുമ്പോ അടുത്ത ആൾ താത്തി കൊടുക്കും. പിന്നെ കുറച്ചു കഴിയുമ്പോൾ ഈ ആൾക്ക് മടുക്കും. അപ്പം അങ്ങനെ അടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പണ്ടത്തെ ആ കാലത്തിലോട്ടൊക്കെ പോയി. അപ്പൊ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു പൊതുവെ? ഇന്ന് നല്ല അടിപൊളി ഡേ ആയിരുന്നു. കാര്യം നമ്മ കാലത്ത് തന്നെ ഇറങ്ങിയാണ്. ആശുപത്രി കൊണ്ടുപോയി ഫസ്റ്റ് അമ്മേനെ പോകത്തില്ലാത്ത ആളെ വലിച്ചു കെട്ടിക്കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി, കട്ടപ്പനയ്ക്ക് കൊണ്ടുപോയി, സിനിമ കാണിച്ചു, ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തു. ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയപ്പോ ശരിക്കും പ്രൗഡ് നിമിഷമായിരുന്നു കേട്ടോ. കാര്യം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം ഇനി നെക്സ്റ്റ് ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഉടനെ എന്തായാലും വരട്ടെ, അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരും, തീർച്ചയായിട്ടും വരും. അപ്പൊ ഞാനും മിച്ചൂസും കൂടി ഇപ്പൊ വന്നേക്കുന്നത് ഈ സൈഡിൽ നിങ്ങൾ കുറച്ച് സാധനം കാണും. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിനാണ് ഏറ്റവും വെയിറ്റ്. അപ്പൊ അവിടെ മിഷൻ വർക്ക് ഒക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോ അതിന്റെ ഒരു സൗണ്ട് കാര്യം. പക്ഷെ അവിടെ ആ ഒരു മെഷീന്റെ സൗണ്ട് കാരണം ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ട് ചെയ്തത്. അപ്പം നമ്മള് ഒരു ഓണത്തിന് മുമ്പ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് കാര്യങ്ങളാണ്. നമ്മുടെ എറണാകുളത്തെ ചേച്ചിക്കുട്ടിയും ചേട്ടനും ഒക്കെ വന്നപ്പോ, അമേരിക്കയിൽ നിന്ന് വന്നപ്പോ നമുക്ക് കൊണ്ടുവരുന്ന ഗിഫ്റ്റുകളാണ്. അപ്പൊ അത് പൊട്ടിക്കാനോ കാണിക്കാനോ ഉള്ള ഗ്യാപ്പ് ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അയ്യോ, നമ്മള് വേറെ ഒന്നുകൊണ്ടല്ല, പിറ്റേ ദിവസം ഓണല്ലേ. അപ്പൊ അതിന്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ കൂടെ ആയപ്പോ നമുക്ക് എന്താ പറയാ സമയം കിട്ടിയില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഒട്ടും സമയം കിട്ടിയില്ല. അത്രയ്ക്കും തിരക്കായിരുന്നു. നമ്മുടെ ഓണം ബ്ലോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാലേ, അപ്പൊ അതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്രത്തോളം തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പെട്ടെന്ന് ഇരുന്ന ഇരിപ്പിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് അവിടെ വെച്ച് ഓപ്പൺ ചെയ്യാനും പറ്റിയില്ല. അപ്പൊ നേരെ അതൊക്കെ നമ്മൾ വണ്ടിയിലെടുത്ത് വെച്ച് നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇവിടെ വെച്ച് ഓപ്പൺ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ അപ്പം കല്യാണിക്കുട്ടി സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന ടൈമാണ് കേട്ടോ. അപ്പൊ ജാനിക്കുട്ടീനെ നേരെ കല്യാണിക്കുട്ടിയുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നു. എന്റെ മൂക്കൊക്കെ ഇന്നലെ കുത്തി ഇന്ന് മാറ്റിയിടാന്ന് വിചാരിച്ചേട്ടോ. പക്ഷെ നല്ല വേദനയുണ്ട്, നല്ല വേദന. അതിനിപ്പോ കരിയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ഒക്കെ പിടിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു കരിഞ്ഞിട്ട് ജസ്റ്റ് മാറ്റിയിടാം എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യാം. അതെ അതെ അതെ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ചേച്ചിക്കും ചേട്ടനും പിന്നെ നമ്മുടെ റാണിയമ്മയ്ക്കും. ഒയ്യോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളെ ഒരു എന്താ പറയാ, അവിടെ ചെന്ന് അവരുടെ ഓരോ സന്തോഷം കാര്യങ്ങളൊക്കെ കാണാൻ അത് തന്നെ ഏറ്റവും വലുത്. ഇത്രയും ഫുഡ് മേടിച്ച് ഞങ്ങൾക്ക് കൊണ്ട് തന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അതൊക്കെ ഒരു എന്താ പറയാ വലിയൊരു സന്തോഷമല്ല. കാര്യം അവരുടെ ഒപ്പത്തിന് നമ്മളെ ഇരുത്തി നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വിളമ്പി തന്നു. അതൊക്കെ ഒരു പ്രത്യേക കാര്യം. നമ്മള് നോക്കുവാണെങ്കിൽ ഒരു എന്താ വേറെ യാതൊരു ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെ. ശരിക്കും നമുക്ക് എന്താ ബ്ലഡ് റിലേഷൻ ആവണം എന്നില്ല അല്ലെ. കൂടപ്പറപ്പുകൾ ഉണ്ടാകണമെങ്കിലൊക്കെ അതൊക്കെ ഒരു വേറൊരു സ്നേഹബന്ധമാണ് കേട്ടോ. ചേച്ചിയുടെ ചേട്ടൻ്റെ ഞാൻ ആ ചേട്ടനൊന്നും അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് അവരുടെ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട്. നമ്മൾ എറണാകുളത്തായിരുന്നപ്പം അപ്പോഴും മോയില് കൊടുക്കാൻ വേണ്ടി പോയതാ. പക്ഷെ അന്നത്തേലുമൊക്കെ കൂടുതൽ ഒരു അല്ലെ കെയറിങ്ങും സ്നേഹം. ചേട്ടനായാലും നന്നായിട്ട് വർത്താനം പറയുന്നു. അങ്ങനെ ഭയങ്കര ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ മോൻ ഈ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു 10 ദിവസത്തേക്ക് കൂടി വന്നു കേട്ടോ. മോനെ നന്നായിട്ട് ആളെ കണ്ടായിരുന്നു. അത് ഞാൻ എപ്പോഴും പറയട്ടോ. സാധാരണ ഇപ്പം അവരൊക്കെ സാമ്പത്തികമൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ വലിയ നിലയിൽ നിൽക്കുന്ന ആൾക്കാർ, വലിയ നില വെച്ചാൽ വലിയ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാട്ടോ ദൈവാനുഗ്രഹം കൊണ്ട്. അപ്പം സാധാരണ അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിടൊക്കെ മിന്നാണ്ടൊക്കെ ഇച്ചിരി ഒരു പവറൊക്കെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവൻ അങ്ങനെയല്ല കേട്ടോ. അവൻ ടോട്ടലി മാറ്റമുള്ള ഒരു കൊച്ചാണല്ലേ. ഫ്രീ മൈൻഡ് ആള് എല്ലാവിടെയും കയറി നിന്ന് ആള് സംസാരിക്കും. ആ സംസാരത്തിൽ ഒരു ജാടയില്ല, അഹങ്കാരമില്ല. ഭയങ്കര ആ ചേച്ചിയുടെ ചേട്ടന്റെ ഏറ്റവും വലിയ നിധിയായിട്ട് ആ കുഞ്ഞിനെ ഞാൻ വിശേഷിപ്പിക്കുന്നുണ്ട്. നല്ലൊരു മോനാണ്. ഈ മുമ്പേട്ടേക്ക് അങ്ങനെ തന്നെ ആവട്ടെ, എത്തട്ടെ പ്രാർത്ഥിക്കുന്നു. അതൊന്നും നമുക്ക് ഗിഫ്റ്റ് ആവുന്നുണ്ട്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞിരുന്നതാണ്. നല്ലൊരു കുട്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് തന്ന ഗിഫ്റ്റ് നല്ല വെയിറ്റ് ഉണ്ട്. ഒരു 5-8 കിലോ ഉണ്ടെന്ന് തോന്നല്ലേ മാത്രം. അപ്പൊ അത്രയും ദൂരെ ഇപ്പം കിലോ കണക്കൊക്കെ ഉണ്ടാവില്ലേ കൊണ്ടുവരാൻ. ഞാനേ ഇതിന്ന് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ചെയ്ത് എനിക്ക് വായിക്കാൻ പറ്റണമെന്ന് ഞാൻ ആദ്യം എടുത്തെടുത്ത് ഞാൻ തരാം. ഇതിൽ ഇഷ്ടം പോലെ എനിക്ക് പരിചയമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അത് വലിയ പരിചയമില്ലാതെ ഞാൻ നൈസായിട്ട് അങ്ങോട്ടേക്ക്. പക്ഷെ ഇത് ഫുള്ള് എനിക്കുള്ള സാധനങ്ങളാണ്. അതെ അതെ. അപ്പൊ നമുക്ക് തുറന്നാലോ? ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പം അവര് 10 ദിവസത്തേക്ക് ഒരു ഫംഗ്ഷന് വേണ്ടിട്ട് വന്ന കേട്ടോ. അപ്പം ഇതിപ്പോ ഏകദേശം ഒരു 7-8 കിലോളം സാധനം, 8 കിലോയ്ക്ക് മേലിലുണ്ടെങ്കിലും ഉള്ളു കേട്ടോ. അപ്പം
എന്ത് ഒരു ഇതുണ്ടായിട്ടല്ല, നമ്മൾ എത്രത്തോളം സ്നേഹം ഉണ്ടായിട്ടായിരിക്കും അല്ലെ. അവർക്ക് എത്രയോ ഫാമിലി മെമ്പേഴ്സ് കാര്യങ്ങൾ കൊടുക്കാണ്ടൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ മാറ്റി നമുക്ക് തന്നപ്പോ ഒരുപാട് സന്തോഷം, സ്നേഹം, നന്ദി. അപ്പൊ നമുക്ക് പൊട്ടിച്ചോളാം. ഓ ഫസ്റ്റ് തന്നെ അടാറ് സാറായിട്ട് വെച്ചെടുക്കാം. കർച്ചീഫ് ഇത് ചേച്ചി എനിക്ക് അവിടെ എടുത്തു തന്നാണ്. പിന്നെ ഇത് ടാങ്ക് വേറെന്തോ ഒരു പിങ്ക് ലെമൺ. നമുക്ക് അവിടെ ചെന്നപ്പോ ഈ സംഭവം തന്നെയാണ് നമുക്ക് കലക്കി തന്നത്. പിന്നെ എനിക്കൊരു സ്പ്രേ. എനിക്കോ? എനിക്ക് സൂപ്പർ സ്മെല്ല്. സൂപ്പറാണ്. സൂപ്പർ സ്മെല്ല്. ഫോർമാൻ എനിക്കാണ്. പിന്നെ എനിക്ക് അതില് കൂടുതൽ സാധനങ്ങളാണ്. എടുത്തു വെച്ചോ. അപ്പൊ സ്പ്രേ. പിന്നെ ഇതൊരു വൈപ്സ് ആണ്, ഫേഷ്യൽ വൈപ്സ് ആണ്. അത് ജാനിക്കുട്ടിക്കും ഫേഷ്യൽ വൈപ്സ് ആണ്. അപ്പം അത് ഒരെണ്ണം. പിന്നെ സോപ്പ് ചേച്ചിയാണ്. ഇത് ചേച്ചി ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ കേട്ടോ. നമ്മുടെ എറണാകുളത്ത് വീട്ടിലതായിരുന്നു. എറണാകുളത്തെ വീട്ടിൽ നിന്നപ്പോ ഞങ്ങൾ അതായിരുന്നു യൂസ് ചെയ്യുന്നത്. അന്നും ചേച്ചി 2-3 നാളിനങ്ങായിട്ട് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് സോപ്പ്. പിന്നെ നമ്മളുടെ ഗിഫ്റ്റ്. ഇതിലിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടല്ലോ എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. ഇത് ചേച്ചി എനിക്ക് ഡയമണ്ടിന്റെ മൂക്കുത്തി എടുത്തതാണ്. ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ മൂക്കേ കുത്തിയത്. അപ്പം മൂക്കുത്തി ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മള് മൂക്ക് കുത്തി വീഡിയോക്കകത്ത് ഞാൻ നിന്ന് കരഞ്ഞു ഗൈസ്. കാര്യം എനിക്ക് ആ സിറ്റുവേഷൻ ഒട്ടും എനിക്ക് നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. പോരാത്തതിന് ഇങ്ങനൊരു ഗിഫ്റ്റ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നിന്ന് ഞാൻ കരഞ്ഞപ്പോ ചേച്ചി എന്ത് വെച്ചാൽ അമ്മ എന്തിനാ കരയുന്നേ, കരയല്ലേ. പക്ഷെ നമുക്ക് ആ ഒരു ഫീലിങ്സ് എന്ന് വെച്ചാൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാണ്ട ഒരു മുട്ടായി പോലും നോർമലി പ്രതീക്ഷിച്ചില്ല. ചേച്ചി പറഞ്ഞപ്പോ അമ്മു തന്നെ കൊണ്ടു തരണം പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് അവർക്ക് ദിവസങ്ങളില്ലല്ലോ, നമ്മൾ അയച്ചു എനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം കൊണ്ടു തരണേന്ന് പറഞ്ഞതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത്രയും സാധനം, അതും ചേച്ചിയുടെ റൂമിലോട്ട് വിളിച്ചിട്ട് കബോർഡ് ഫുള്ള് തുറന്നിട്ടിട്ട് അതിന് ഇങ്ങനെ പിറക്കുവാട്ടോ. എന്തൊക്കെയോ അതൊരു പ്രത്യേക ഒരു ഫീലിങ്സും സ്നേഹബന്ധവും അല്ലെ. ഭയങ്കര സന്തോഷവും സ്നേഹവും കേട്ടോ. അപ്പം ചേട്ടനും ചേച്ചിയും കൂടെ പോയി എനിക്ക് മേടിച്ചു തന്നാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇട്ടോണ്ടിരിക്കട്ടെ. അപ്പൊ അടുത്തത് ഒരു നെയിൽ പോളിഷ് ആണ്. നെയിൽ പോളിഷ് അല്ല, നെയിൽ പോളിഷ് കളയുന്ന സംഭവമാണ്. ഞാൻ അടിയിലത്തെ വായിച്ചില്ല, സോറി ഗൈസ്. നെയിൽ പോളിഷിന് മാത്രം വായിച്ചപ്പോ ഞാൻ അതിന്റെ പോയി പിടിച്ചു. റിമൂവർ ഉണ്ട് കേട്ടോ. ഇതെന്ന് ഞാൻ തീർക്കാനാണ്. ഞാൻ ആണ്ടിലും സംക്രാന്തിക്ക് അല്ല ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞു എന്നുള്ളൊരു പേരില്ലല്ലോ. അതെ കഴിഞ്ഞു എന്നുള്ളൊരു പേരില്ല. ജാനിക്കുട്ടീനെ പേര് ഞാനിപ്പോ ഇടാറില്ല കേട്ടോ. ഇനിയിപ്പം ഞാൻ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് സംഭവം ഇത് നമുക്ക് നല്ല സ്മെല്ലാണെന്ന് ചേച്ചി പറഞ്ഞത്. ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മടിയില്. സൂപ്പർ സ്മെൽ കേട്ടോ. നല്ല ഫ്രഷ് ആ ഒരു ഇതായിരിക്കും എന്ന് പറഞ്ഞു ചേച്ചി. വേണം നല്ല ആമു ഇത് യൂസ് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് തന്നതാണ് കേട്ടോ. പിന്നെ ഇതെന്നാ അടിമുത്തെ? ഇത് ഐബ്രോ ആണോ? ഐബ്രോയോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഐബ്രോ ആണോ? എക്സ്പ്രസ് ലുക്ക് ഇതിലൊന്നും പുരുകത്തിന്റെ എന്തോ സെറ്റപ്പ്. അതെ അതെ അതെ. മറ്റേ ഇത് മസ്കാരല്ല അതെന്ത് ഇത് അങ്ങനത്തെ സാധനമാണ് മറ്റേ നമ്മളിങ്ങനെ എന്താ പറയാ മസ്കാര അങ്ങനെ എന്തോന്ന് പറയൂ. നമ്മുടെ ഇത് തന്നെ പുരുകത്തുമ്പോ ചെയ്യുന്ന സാധനം തന്നെയാണ്. പുരുകത്തേലും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കണ്ണിന്റെ പിലി അല്ലല്ല പുരുകത്തെ ചെയ്യുന്ന കേട്ടോ. ഇത് കണ്ണിലില്ല, പുരുകത്തെ ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ സംതിങ് അറിയത്തില്ല. നമുക്ക് ഇത് ആർക്കെങ്കിലും ഒക്കെ അറിയാമെന്നുണ്ടെ പറഞ്ഞുതരാം. കാര്യം ഞാനിങ്ങനെ പൊതുവെ ഇങ്ങനത്തെ ഒക്കെ മേടിച്ച് യൂസ് ചെയ്യല് ഭയങ്കര കുറവ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒന്നും വലിയൊരു നോളജ് ഇല്ല കേട്ടോ. നമ്മളുള്ളതല്ലോ ഓണം തന്നെ പറയണമല്ലോ. പിന്നെ സ്കിന്നില് പറ്റണതോ? ഇതെന്തോ ഒരു സംഭവമാണ് കേട്ടോ. ഇതെന്താന്ന് എനിക്കും അറിയില്ല. സ്പ്രേ ആണോ? ഇത് മറ്റേ സെറ്റിംഗ് സ്പ്രേ. ഇതില് ഏതോ ഒരെണ്ണം ലീക്ക് ആയിരുന്നു ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകും. അത് ഇതാന്ന് തോന്നുന്നു. ഒട്ടി പിടിക്കുന്നുണ്ട്. നമ്മള് മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് സെറ്റിംഗ് സ്പ്രേ അടിക്കല്ലോ, ആ സംഭവം. കണ്ടീഷണർ ഇത് മറ്റേ ഷാമ്പൂവിന്റെ കണ്ടീഷണറാണ്.
ഒരു ഷാമ്പൂവും കൂടെ ഉണ്ട്. അല്ല അതല്ല, ഒരു ബ്ലാക്ക് കളർ ഷാമ്പൂ. ഇത് രണ്ടും ചേച്ചി എനിക്ക് തന്നത് എന്തിനാന്ന് പറയട്ടെ, അമ്മൂസ് യാത്രയൊക്കെ പോകുമ്പോ ഇത് മസ്റ്റായിട്ട് എടുത്തോളണം. ഷാമ്പൂവും കണ്ടീഷണറും കേട്ടോ, ഇത് മസ്റ്റായിട്ട് എടുത്തോളണം നമ്മളോട് എനിക്ക് തന്നതാണ്. ഇതിൽ ഏതോ ഒരു സാധനം ലീക്ക് ആയിട്ടുണ്ട്, 1-2 സാധനം ലീക്ക് ആയിട്ടുണ്ട് കേട്ടോ. ചേച്ചിയുടെ ഡ്രസ്സൊക്കെ കുറച്ച് പോയി എന്ന് പറഞ്ഞു, ഇതിലും പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഐഷാഡോ ആണ് കേട്ടോ. സൂപ്പർ കളർ അല്ലേ, നല്ല കളർ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അവിടുന്ന് ലൈറ്റ് ഷെയ്ഡ് ഉള്ളത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാകത്തില്ല. സൂപ്പർ കേട്ടോ. അതിനകത്തൊരു ബ്രഷ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ഡ്യൂപ്പർ. ഇത് ഫേസ് വാഷ്. ഒരു വർഷത്തേക്ക് എനിക്ക് ഫേസ് വാഷ് മേടിക്കണ്ട. നല്ല സൂപ്പർ ഫേസ് വാഷ് കേട്ടോ, വലിയ ഫേസ് വാഷ്. ഇത് മേക്കപ്പിന്റെ പ്രൈമർ ആണെന്നോ? പ്രൈമർ ഇട്ടിട്ടാണല്ലോ മേക്കപ്പ് ഒക്കെ ചെയ്യുക. എനിക്ക് നോർമലി എനിക്ക് വലുതായിട്ട് മേക്കപ്പിന്റെ സെറ്റപ്പ് ഒന്നും അറിയില്ല കേട്ടോ. അപ്പം ആർക്കെങ്കിലും ഒക്കെ അറിയാം, എന്നാ പേഴ്സണലി പരിചയമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊരു ലിസ്റ്റ് ആയിട്ട് എനിക്ക് ഇട്ട് വന്ന് ഒന്ന് പറഞ്ഞു തരേണ്ടതാണ്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് നമ്മൾ മുഖത്ത് ഇടുന്നതൊക്കെ. ഇത് ഹാൻഡ് വാഷ് ആണ്. ഇത് ഹാൻഡ് വാഷ് ആണ് കേട്ടോ. എന്തോ ലീക്ക് ആയിട്ടുണ്ടോ? എന്തോ ഒരു സാധനം ചേച്ചിയോട് പറഞ്ഞു, കുറെ ഡ്രസ്സ് പോയ ഹാൻഡ് വാഷ്. ഇതെന്താ സ്പ്രിംഗ് ടോൺ ഗ്ലോ, മുഖത്തിടുന്ന എന്തെങ്കിലും മറ്റേ ഗിൽറ്റ് പോലത്തെ എന്തോ സാധനമാണ്. എഴുതിയിട്ടില്ലോ, പിങ്ക് സ്ലിപ്പോ എഴുതിയിട്ടില്ല, എന്തിട്ടാണാവോ. ആ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഇടാം. അല്ലെ ഞാൻ ചേച്ചിയോട് തന്നെ വിളിച്ച് ചോദിച്ചോളാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതെന്തിട്ടാ? ലിപ്സ്റ്റിക്. ഇത് മറ്റേ സോറി പോയിട്ടുണ്ട് കേട്ടോ, അപ്പൊ അതുകൊണ്ട് വായിക്കാനായിട്ട് കിട്ടുന്നില്ല. ഇതായി പോയിട്ടുണ്ട് അതല്ലേ? അതല്ലേ? അതന്നെ. നല്ല ലിപ്സ്റ്റിക് ഇടും, നല്ല ലിപ്സ്റ്റിക് കളർ ഷെയ്ഡ് ഇടണോ? ഞാൻ ഇച്ചിരി ഇട്ടിട്ടുണ്ട്. വേറെ ലുക്കായി. ഓക്കെ അല്ലേ? അപ്പൊ ഇനി അടുത്തത് നമ്മള് ഒരു പോക്കറ്റ് ടിഷ്യൂ ആണ് നമ്മുടെ കയ്യില് തന്നെ. ഇത് വണ്ടിയിലൊക്കെ പോകുമ്പോ യൂസ് ചെയ്തോളൂ പറഞ്ഞുകൊണ്ട് തന്നതാണ്. പിന്നെ ഇത് ഫൗണ്ടേഷൻ. ഇത് കണ്ണ് എഴുതുന്നതാണ് പെൻസില് അല്ലേ? അതെ, അതല്ലേ നമ്മുടെ കൺമഷി ഇല്ല, കൺമഷിയുടെ മറ്റേ എന്താ പറയാ, സ്റ്റിക്ക് അല്ലേ? ക്രയോൺ. അതന്നെ ക്രയോൺ പെൻസിലാണത് കണ്ണിൽ എഴുതുന്നത്. ഇത് എനിക്ക് മനസ്സിലായിട്ടില്ല സംഭവം. ലിബാമ. അതെ, ഇതാണോ? ഇത് ലിപ്സ്റ്റിക് ആണെന്നുള്ളത് അറിയാം, പക്ഷെ നല്ല കളർ. ഇത് ഏതായാലും ഒരു വീഡിയോ കത്തിട്ട് കാണിക്കാം. ഇതെന്തിട്ടാ? മുഖം ബ്രൈറ്റ് ആവാൻ ഇടുന്ന സാധനം ഉണ്ടല്ലേ? എന്തോ അതെ ഒരു ക്രീമുണ്ട്. ഇതെന്തിട്ട്? എനിക്കറിയില്ല കേട്ടാ, ഈ വക സാധനങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് മറ്റേ ഏതോ ഒരെണ്ണം ലീക്ക് ആയിട്ടുണ്ട്, ഏതോ 1-2 കണ്ട് ലീക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഫൗണ്ടേഷൻ ആണ് സംഭവം, പക്ഷെ ലീക്ക് ആയിട്ടുണ്ട് ശകലം കേട്ടോ ഫൗണ്ടേഷൻ. പിന്നെ ഒരു ക്യൂട്ടസ് ഉണ്ട്, നല്ല കളർ അല്ലേ? നല്ലൊരു കളർ ഷെയ്ഡ്. ഇത് ഈ ക്യാമറയിൽ കാണുന്ന കളർ അല്ല കേട്ടോ, ഇത് ഞാൻ നോർമലി എപ്പോഴും യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ കളറാണ്. അപ്പൊ നമ്മളുടെ ഈ ഒരു കവർ കഴിഞ്ഞിരിക്കുകയാണ്. സാധനോ ദൈവമേ, കുഞ്ഞു കൂടി ഇരിക്കാൻ കേട്ടോ. ഇനി ഒരു കവറും കൂടെ ഉണ്ട്. ഇത് ഫ്രൂട്ട് ക്രീം ഇൻസ്റ്റന്റ് ഓട്ട്മീലാണ്. കണ്ട, നമുക്ക് ഓരോ പാക്കറ്റ് ആയിരിക്കും ഇത്. അതെ എന്നോട് ഇത് തന്നപ്പോ ചേച്ചി പറയാം, നമ്മ കുഞ്ഞിനൊക്കെ നല്ലതാണ് കേട്ടോ, കുഞ്ഞിനൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, വലിയവർക്കും നല്ലതാണ്, കുഞ്ഞുങ്ങൾക്കും നല്ലതാണ് എന്റെ അടുത്ത് എടുത്ത് പറഞ്ഞു. ഇൻസ്റ്റന്റ് ആണ്, ഒരു ഹാഫ് ബോയിലാണെന്നുണ്ട് സംഭവം. നമ്മൾ പകുതി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൂ. നമ്മളിതൊന്നും പൊട്ടിച്ചിട്ടേ ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് നമുക്ക് ഇതിന്റെ
എല്ലാവരും ഐഡിയാസ് ഇല്ല. നമ്മൾ എന്തായാലും പൊട്ടിച്ചുണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൊടുക്കാം. ലാസ്റ്റ് വൺ നമ്മളുടെ മാഗി പാക്കറ്റ് ആണ്, ചിക്കൻ ഫ്ലേവർ വിത്ത് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ആണിത്. ഇത് അവിടുത്തെ മാഗി കവറാണ്. എന്നോട് പറഞ്ഞാൽ നമുക്ക് അമ്മ അമേരിക്കയിലൊക്കെ യൂസ് ചെയ്യുന്ന മാഗി കവറാണെന്ന് പറഞ്ഞാൽ കുറെ ഉണ്ട് കേട്ടോ. 3, 4, 5 പാക്കറ്റ് ഉണ്ട് കേട്ടോ. ജാനിക്കുട്ടിക്ക് മാഗി ഒക്കെ ഇഷ്ടമായതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന മോനോട് തന്നതാണ് കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മളുടെ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് തന്ന സാധനങ്ങൾ കേട്ടോ. ഇഷ്ടം പോലെ സാധനങ്ങൾ. ഇത് ഇപ്പുറത്ത് തന്നെ നോക്കി കഴിഞ്ഞാൽ കുന്നുകൂടിയിരിക്കുകയാണ് അമ്മൂന്റെ ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ഇതും പോരാഞ്ഞിട്ട് എനിക്കൊരു ഷർട്ട് ഉണ്ടായിരുന്നു അല്ലേ, ഒരു ബനിയൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞുള്ളൂ, ബനിയനായിരുന്നു അത്. പിന്നെ എനിക്കൊരു ടോപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടൊരു ഓണത്തിന് അതാണ് ഞങ്ങളുടെ ഓണക്കോടിയായിട്ട് ഞങ്ങൾ അതാണ്. കാര്യം അത്രയും ദൂരേന്ന് നമുക്ക് കൊണ്ടുവന്ന് തന്നതല്ലേ. അപ്പൊ അതിന് പ്രത്യേക ഒരു വില തന്നെയുണ്ട്. ഇപ്പം നമുക്ക് സ്വന്തമേ ഒരു വണ്ടിയൊക്കെ കൊണ്ടുവരാന്നാണ് നമുക്ക് എത്ര വെയിറ്റ് കൊണ്ടുവന്നാലും കുഴപ്പമില്ല. പക്ഷെ അത് പോണ കാലല്ലോ, ഫ്ലൈറ്റിലൊക്കെ വരുമ്പോ ഇത്ര വെയിറ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതിലൊക്കെ നമുക്ക് എന്താ പറയാ, നമുക്കും കൂടെ ഇത്രയും വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുതരാന്ന് പറഞ്ഞാൽ അത് വലിയൊരു, ഞങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പൊ ഞങ്ങൾ അത് ഓണക്കോടിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൊച്ചു മേടിച്ചു കൊടുത്താട്ടോ, വിച്ചുവിന് ബനിയൻ അവൻ മേടിച്ചു കൊടുത്ത് വിട്ടതാണ്. അത് ശരിക്കും ബ്രാൻഡാണ്. അതിന് ഇത്രത്തോളം റേറ്റ് ഉണ്ടെന്നൊക്കെ ഞങ്ങൾ അറിയുന്നത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ വന്ന് കമന്റ് ഇട്ടപ്പോഴാണ്. സത്യം പറഞ്ഞാൽ അത് ഇത്ര വർഷമായിട്ടുള്ളൊരു ബ്രാൻഡാണ്, അപ്പോൾ ഇത്ര റേറ്റ് ഉണ്ട് എന്നൊക്കെ ഞങ്ങൾ അറിയുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം. വലിയൊരു കാര്യം. അല്ല ഞാൻ പറയണേ, ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം സന്തോഷമാക്കും. കാര്യം അത്രത്തോളം സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് തന്നുവിട്ടത്. ഒരിക്കലും നമ്മളത് പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ നമ്മളങ്ങനെ പോയത്. അമ്മ പറഞ്ഞ പോലെ ഞാനും അമ്മും വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്ന പറഞ്ഞു. 5 ദിവസത്തെ ലീവോ 10 ദിവസത്തെ ലീവ്, അതിനിടയ്ക്ക് 5 ദിവസത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് പോണം. ഇനിയിപ്പോ നമ്മള് വിട്ടാലും കിട്ടോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും തിരക്ക് കാര്യങ്ങളാണ്, പോയി കളക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഓണത്തിന്റെ അവധികൾ വരുന്നു. പിന്നെ എല്ലാം കൂടെ കാരണം ചേച്ചി അമ്മു തന്നെ വരണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ആ തിരക്കിനിടയ്ക്കും ഞങ്ങൾ ഓടിപ്പോയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ റാണിയമ്മേനെ ഒന്ന് കാണാൻ കുറെ നാളെ റാണിയമ്മേനൊക്കെ കണ്ടിട്ട്. റാണിയമ്മ എപ്പോഴും പറയായിരുന്നു കൊച്ചിനെ കാണണം കൊതിയ. എനിക്ക് ജാനിമോളെ കാണാൻ കൊതി. ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് കേട്ടോ, എനിക്ക് അവള് എന്തോരം വാ തുറന്ന് സംസാരിക്കുന്നത്, എന്റെ അടുത്ത് മാറുമ്പോ മാത്രമേ അവള് മിണ്ടാതുള്ളൂ. അപ്പം റാണിയമ്മേനെ കൂടെ കൂടുതലൊന്നും കാണാമല്ലോ എന്ന് വിചാരിച്ചപ്പോ ചേച്ചി നമുക്ക് തന്ന ഗിഫ്റ്റുകളൊക്കെ ഇത്രയാണ്. ഒരുപാട് സന്തോഷം. ചേച്ചിയോടും ചേട്ടനോടും എങ്ങനെയാണ് സ്നേഹം അറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല. കാര്യം നമ്മൾ എത്രത്തോളം സ്നേഹമില്ലെങ്കിൽ അത് അവർക്ക് അല്ലെ, വേറെ എത്രയോ ബന്ധുക്കളെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഒരു ബന്ധുവിനെ പോണൊക്കെ തന്നെ കണ്ടിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം, സ്നേഹവും എല്ലാം ഒരുപാടുണ്ട്. ലവ് യു. 3 പേരുടെ വലിയ മനസ്സിന് ഒരുപാട് സന്തോഷം. ഞാൻ ഇതൊക്കെ എന്ന് യൂസ് തീർക്കും ആലോചിക്കും. അല്ല ഇനിയിപ്പോ ഇത് തത്തമ്മ ചേച്ചിക്ക് കൊടുക്കാൻ പറഞ്ഞു തന്നതാട്ടോ എന്റെ തത്തമ്മ ചേച്ചിക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. ഇത് ഞാൻ എന്ന് തീർക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല ഇനിയിപ്പോ സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുന്നു എന്നല്ലായിരുന്നു അമ്മുവിന്റെ കംപ്ലൈന്റ്. തീർന്നു കഴിഞ്ഞാൽ അമ്മുവിന് മേടിച്ച് തരുന്നില്ല എന്നല്ലേ അമ്മൂസ് പറയുന്നത്. ഇനിയിപ്പോ ഇത് തീരില്ല. ഇതിനകത്ത് ആകെ ഞാൻ യൂസ് ചെയ്യുന്ന സംഭവം ഈ ഒരു ഫേസ് വാഷ് ഞാൻ എന്ന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വേറെ എല്ലാം തന്നെ ഞാൻ അങ്ങനെ പൊതുവെ യൂസ് ചെയ്യാൻ ഞാൻ മേടിച്ച് എന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഞാൻ അങ്ങനെ പൊതുവെ മേടിച്ചിട്ടുള്ള സാധനം. കാരണം എനിക്ക് അതിനെപ്പറ്റി ഒന്നും വലിയൊരു നോളജ് ഇല്ലാത്ത ഒരാളാണ്. വലുതായിട്ട് ഒരുങ്ങി അങ്ങനെ അതിനെപ്പറ്റി അറിയത്തില്ല. അപ്പൊ ഞാൻ ആ ചേച്ചി ഇനി തൊട്ട് എന്നും നീ ഒരുങ്ങി നടക്കാം. അപ്പം ഇതൊക്കെ എങ്ങനെ ഒരുങ്ങി തീർക്കുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അറിയുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തീർക്കാം. നമ്മുടെ മനസ്സ് വെച്ചാൽ അതിന്റെ അപ്പോഴും നമുക്ക് തീർക്കും. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ ഗൈസ്. കുറവുണ്ടല്ലോ എന്ത് ചോക്ലേറ്റുകൾ. ചോക്ലേറ്റ് നമ്മളവിടെ ഫ്രിഡ്ജിൽ. അതുപോലെ തന്നെ എന്റെ ടോപ്പ് തൃശ്ശൂർ വീട്ടിരിക്കാം. വിച്ചുവിന്റെ പെനിയും പിന്നെ കഴുകിട്ടേക്കാം. അത് ഇനി ഫംഗ്ഷൻ അല്ലാണ്ട് തൊട്ട് പോയേക്കരുത് ഞാൻ വിച്ചുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാര്യം അത്ര ബ്രാൻഡഡ് ആയിട്ടുള്ള പെനികളൊന്നും നമ്മളെ വീട്ടിട്ടില്ലല്ലോ. അപ്പൊ അത് ഇനി ഏതെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ ഇടാൻ വെച്ചിട്ടുണ്ട്. അതും വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ടോ എന്തോ ഒരു സംഭവം വിട്ടുപോലും. അപ്പൊ ഇത്ര സാധനങ്ങളുണ്ട്, ഒരു കവർ സാധനം.